ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജനി. 4 അപ്ഡേറ്റുകൾ മാത്രമേ പറയാനുള്ളൂ. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. ഐ ആം ഗെയിം നമുക്കറിയാം, ആന്റണി വർഗീസ് പെപ്പെ. അതല്ലാതെ നമ്മുടെ അൻബർഗ് മാസ്റ്റേഴ്സ് ഒക്കെ അതിൽ ഫൈറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതല്ലാതെ വേറെ പുറത്തുനിന്നുള്ള കലി കിങ്സ്റ്റൺ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓൾറെഡി അതിന്റെ അപ്ഡേറ്റ് വന്നെങ്കിൽ പോലും രണ്ടുപേരും കൂടി കോംബോയിൽ വരുമോ എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ഐ ആം ഗെയിം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റർ എന്ന് പറയുന്നതും ഒരു കോട്ടിലിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിലൊരു കൈ ബോളുമായിട്ട് നിൽക്കുന്നതും ഒരു കയ്യിൽ കെട്ടുമായിട്ട് നിൽക്കുന്നതൊക്കെയാണ്. പല ആളുകളും ഇത് രണ്ടും ഒരാളുടെ കൈയല്ല എന്ന രീതിയിലും പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ പല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ആം ഗെയിമിനെ കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അശ്വിൻ ജോസ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഐ ആം ഗെയിം ഒരു ഫാന്റസി എലമെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫാന്റസി എലമെന്റ് ഉള്ള സിനിമ തന്നെയാണ്, ത്രില്ലറാണ്, മാസാണ്. അതിന്റെ കൂടെ ഒരു ഫാന്റസി എലമെന്റ് കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വീൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന മുതൽ നഹാസിന്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. സോ ഐ ആം ഗെയിം മേ ബി ഒരു വൻ പടമായി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം നഹാസ് ഹിദായത്ത് എന്ന് പറയുന്ന സംവിധായകന്റെ പവർ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മുടെ RDX എന്ന് പറഞ്ഞ ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. 3 പേരെയും വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു സിനിമ ആരാധകർക്ക് ഭയങ്കരമായിട്ട് ഒരു ആക്ഷൻ പടം കാണുമ്പോൾ കിട്ടുന്ന എല്ലാ എലിമെന്റുകളും ചേർത്ത് വൻ വൻ പടം അങ്ങനെ തന്നെ പറയാം. എവിടെ ഹുക്ക് ഇടണം, എവിടെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എസ്പെഷ്യലി ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് മാല കൊണ്ടുപോകുന്ന ആ സീൻ, ഒരൊറ്റ സീൻ കൊണ്ട് നമുക്ക് പെപ്പെ പോയിട്ട് മറ്റവനെ ഇടിക്കുമ്പോൾ മൂക്കിനും ഇടിച്ചിട്ട് ആ മാല പിടിച്ചു തിരിച്ചു കൊണ്ടുവരുന്ന സീൻ ഉണ്ട്. അത് നമുക്ക് അത് മതിയായില്ല എന്ന് തോന്നിയ സാധനം. അപ്പോൾ ആന്റണിയുടെ പഞ്ചും നഹാസിന്റെ ഫ്രെയിമിൽ നമ്മുടെ DQ എന്തായിരിക്കും കണ്ടറിയാം. ഫാന്റസിയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലാവും തന്നെ വിചാരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് സൂര്യ 46, സൂര്യ 46, കറുപ്പ് സൂര്യ 45 ഓൾറെഡി അതിന്റെ ടീസർ വന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോഴാണ് സൂര്യ 46ന്റെ ഒരു പോസ്റ്റർ, ബർത്ത്ഡേ പോസ്റ്റർ സിത്താര എന്റർടൈൻമെന്റ്സ് പുറത്തുവിട്ടിട്ടുള്ളത്. വിഷിംഗ് ദ വൺ ആൻഡ് ഓൺലി നെവർ ഏജിങ് ആൻഡ് ഫോർ എവർ യങ് അവർ ഡിയറസ്റ്റ് ആക്ടർ സൂര്യ ഗാരു എ ഫാന്റാസ്റ്റിക് ബർത്ത്ഡേ. ടീം സൂര്യ 46, യുവർ പാഷൻ ആൻഡ് പ്രസൻസ് ലൈറ്റ് അപ്പ് എവറി ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ട് കുറെ ആൾക്കാർ അവിടെ വെങ്കി അട്ലൂരി അടക്കം, അമിത ബൈജു, രാധിക ശരത് കുമാർ, ഒഫീഷ്യൽ രവീന ടണ്ടനോ എന്തിലാവട്ടെ, GV പ്രകാശ്, നിമിഷ രവി, നവിൻ നൂലി, ബംഗ്ലാൻ നാഗവംശി, സായി സൗജന്യ, സിത്താര എന്റർടൈൻമെന്റ്സ്, ഫോർച്യൂൺ 4 സിനിമാസ്, ശ്രീകര സ്റ്റുഡിയോസ്. ഓക്കെ, കൊള്ളാം. എന്നിട്ട് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോസ്റ്റർ എന്ന് പറയുന്നത്. ചെക്കൻ ഏതോ തണുപ്പുള്ള രാജ്യത്ത് അപ്പുറത്തൊരു കാറൊക്കെ ഉണ്ട്. ഏത് കാറൊന്നും മനസ്സിലാവില്ല. പക്ഷെ ചെക്കൻ്റെ മുഖത്തെ ആ ഒരു ഭാവം കണ്ടില്ലേ, ഒരു നല്ലൊരു ക്വാളിറ്റി പോസ്റ്റർ. അപ്പോ ഒഫീഷ്യലി തന്നെയാണ് പുറത്തു വിട്ടിട്ടുള്ളത്. സൂര്യ 46ന്റെ പല ഈ മമിത ബൈജും ആളും നിൽക്കുന്നതും അതല്ലാതെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ പോലും ഒരു ഒഫീഷ്യൽ പോസ്റ്റർ എന്ന രീതിയിൽ വരുന്ന ഒന്നാമത്തെ പോസ്റ്ററാണ് ആക്ച്വലി സൂര്യ 46ൻ്റെത്. അതല്ലാതെ കുറെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ഭയങ്കര ഒരു ക്യാരക്ടർ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കിട്ടുന്ന സാധനം ഒരു വേറെ സാധനമുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഡേറ്റ് ഈ മാസം ലാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലാണ് ബർത്ത്ഡേ പോസ്റ്റർ ആയിട്ട് ഇത് ഇറക്കിയിട്ടുള്ളത്. സോ കൊള്ളാം. സൂര്യ 46ലും വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ പറഞ്ഞ പോലെ വലിയ കാസ്റ്റിംഗ് ഉള്ള പടമാണ്. മമിത ബൈജു ഇതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ അതിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. പിന്നെ സൂര്യ കംബാക്ക് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം കുറേ പടങ്ങൾ വന്നിട്ട് ടീച്ചറൊക്കെ യമണ്ടനാണെങ്കിൽ പോലും പടം ലാസ്റ്റ് വരുമ്പോൾ ഒരുമാതിരി മറ്റേടുത്ത പരിപാടിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. കറുപ്പാണെങ്കിലും ടീസർ നല്ല ഹോപ്പ് തരുന്ന സാധനമാണ്. സൂര്യ 46ഉം അത്തരത്തിലൊരു കിടലൻ സാധനമാവട്ടെ. ബാക്കിയുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും വരും, നമുക്ക് സംസാരിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് കൂലിനെ കുറിച്ചാണ്. കൂലി കുറെ ആളുകൾ ആക്ച്വലി സേ മൈ നെയിം എന്ന് പറയുന്ന ഒരു 2.25 കൃത്യം ഇന്നലെ വന്നിട്ടുള്ള പാട്ടിലെ, അതായത് പവർ ഹൗസിലെ കുക്കു പവർ ഹൗസിലെ 2.25 സെക്കൻഡിൽ നോക്കി അറിയാം സേ മൈ നെയിം എന്ന് പതുക്കെ പറയുന്നുണ്ട്. സേ മൈ നെയിം എന്താ സംഭവം? നമ്മളെ വാൾട്ടറിന്റെ ഡയലോഗ്, അതല്ലാതെ കുറെ കാര്യങ്ങൾ അറിയാലോ. അതിപ്പോ ഞാൻ അതിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല. അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ വന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, LCU കൺഫേംഡ് എന്ന് പറയുന്ന ആളുകളുണ്ട്, LCU ആണോ എന്ന് ഡൗട്ടോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഡൗട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇവർ ഇത്തരത്തിൽ ചെറിയ ചെറിയ കണക്ഷൻസ് തരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്. കാരണം ഇതുപോലെ ലിയോ എന്ന് പറയുന്ന സിനിമ LCU അല്ല എന്ന് പറഞ്ഞ് ലാസ്റ്റിലേക്ക് LCUന്റെ കണക്ഷൻ കൊടുത്തു.
ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ചെറിയ കണക്ഷൻ കൊടുത്ത് ലാസ്റ്റിലേക്ക് പക്ക LCU ആണെന്ന രീതിയിലേക്ക് പറഞ്ഞു വെച്ചു. പക്ഷെ എപ്പോഴും ഞാൻ അടക്കമുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് LCU അല്ല, അയാള് വെറുതെ രസത്തിന് LCU കൊടുത്താണെന്നുള്ളതാണ്. കാരണം വിജയ് പടം അവസാനിപ്പിക്കുകയാണ്, ഇനി അതിന്റെ അടുത്ത LCU മൂവീസിൽ ഉണ്ടാവുമോ, ഫൈനൽ പാർട്ടിൽ മാത്രം വരാന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിനെ കുറിച്ചൊന്നും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻസും വന്നിട്ടില്ല. ജസ്റ്റ് വെറുതെ ഒരു രസത്തിന് വേണ്ടി എന്നാ LCയിലേക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്ത പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ വരുമ്പോ പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് LCU അല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്നുള്ളത് തുറന്നു പറഞ്ഞിട്ട് സിനിമേന്റെ മറ്റു ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഇന്റർവ്യൂവിൽ ഡയറക്ട്ലി ലോകേഷ് കനകരാജ് ഒഫീഷ്യലി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ ഓൾട്ടറുടെ ഡയലോഗും അതല്ലാതെ മറ്റ് കണക്ഷൻസും ഒക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനം കൂടി ഉണ്ട്. അതായത് ഡയറക്ടർ ലോകേഷ് കനകരാജ് റിപ്പോർട്ടഡ്ലി പ്ലാനിങ് ടു ഫീച്ചർ ഉലകനായകൻ കമൽ ഹാസൻ. അപ്പൊ തന്നെ സാറോടെ വന്നു ത്രൂ എ വോയിസ് ഓവർ ഇൻ ദ ഫിലിം ഓപ്പണിംഗ് സീക്വൻസ്. ഫിലിമിന്റെ ഓപ്പണിംഗ് സീക്വൻസിൽ തന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. വൈൽ ദ ഐഡിയ ഹാസ് എക്സൈറ്റഡ് ഫാൻസ്, ഒഫീഷ്യൽ പെർമിഷൻ ഈസ് യെറ്റ് ടു ബി secured from both superstar Rajinikanth and Kamal Hassan. It confirmed this crossover moment could be a major highlight in the much awaited Logesh directorial എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മേജർ അപ്ഡേറ്റും ആണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന പാർട്ടും ആണ്. ആൻഡ് ലിയോയിലും ഏറ്റവും അവസാനം ലിയോ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ വരുന്നുണ്ടല്ലോ, യാറു തെരികിരതാ പരിപാടി ചോദിക്കണ്ടേ, യാറു തെരികിരതാ എങ്ങനെയാണോ വേറെന്തോ ചോദിക്കുന്നുണ്ട്, ഏതൊരു ഡയലോഗ് ആരാന്ന് മനസ്സിലായ രീതിയിൽ ചോദിക്കുന്നുണ്ട്. സോ വിക്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രം ഇവിടെയും വരുമോ, കൂലിയിൽ വരുമോ അറിയില്ല. ആളുകൾ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റഡിലാണ് നിൽക്കുന്നത്. ആൻഡ് ഐ തിങ്ക് വെറുതെ ഒരു രസത്തിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാന്ന് കരുതി ലോക്കിയാണ് മനഃപൂർവ്വം പണി വെച്ചിരിക്കുന്നതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു ഡയലോഗ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞൊരു സൗണ്ട് കൊടുക്കാം, വേണമെങ്കിൽ ആൾക്കാർ അതായിട്ട് കണക്ട് ചെയ്തോട്ടെ. LCU എന്ന് വരുന്നതോടുകൂടി ഇതിന്റെ ഹൈപ്പ് വൻ പോക്ക് പോകണേ. ഇപ്പൊ ഹൈപ്പ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഹൈപ്പ് ഭയങ്കരമാണ്. ബട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ കേരള അല്ലെങ്കിൽ തമിഴ്നാടിന്റെ അപ്പുറത്തേക്കുള്ള മറ്റ് ഭാഷകളിലേക്ക് പോകുമ്പോൾ LCU കണക്ഷൻ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് തന്നെയാണ്. അത് രജനീകാന്ത് എന്തെങ്കിലും അപ്പുറത്തേക്ക് ഒരു പക്ഷേ ഹൈപ്പ് ചില ആളുകളിലേക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ബിസിനസ് മൈൻഡ് ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ചിന്തിച്ചപ്പോൾ വേണമെങ്കിൽ കേൾക്കാം, എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, സോ എന്നുള്ള ഒരു ചിന്തയാകാനേ സാധ്യതയുള്ളൂ. ഇനി അത് അവിടെ നിൽക്കട്ടെ, ഞാനെങ്കിലും അല്ലെങ്കിലും നമ്മൾ പടം കാണും, എൻജോയ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലാലേട്ടൻ ഇസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഫോട്ടോസ് ആണ്. അതായത് നമ്മുടെ ഏഷ്യാനെറ്റിലെ അയ്യോ അതിന്റെ പ്രോഗ്രാമിന് പേരെന്തായിരുന്നു, സ്റ്റാർ സിംഗർ അല്ലെ, സ്റ്റാർ സിംഗറിന്റെ വേദി തന്നെയല്ലേ, ഉഷാദുപ്പ് എമ്പുരാനെ പാടുന്നു, പുള്ളിക്കാരൻ ഇൻട്രോ ചെയ്യുന്നു, എന്റെ പ്രൊമോ അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഫൈനലി ഇപ്പോ ജൂഡ് ആന്റണി ജോസഫ് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ, ഐവ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റർ ഇട്ടിട്ടുള്ളത്. ആൻഡ് എനിക്കൊരൊറ്റ ഓടത്തിൽ ഫീൽ ചെയ്തത് അലിബായി നമ്മളും കോഴിക്കോട്ട് അല്ലെ, ബേജാറാകല്ലേ പോയാ നമ്മളും കോഴിക്കോട്ടേക്കാണ് പറഞ്ഞ പോലെ ആ ഒരു കറക്റ്റ് അലിബായി ഫീൽ. മുടി ചീകി വെച്ചിരിക്കണതാണെങ്കിലും മുഖത്തിന്റെ ഒരു തടിയാണെങ്കിലും ആ ഒരു പഴയ ലാലന്റെ കവിളൊക്കെ വന്ന പോലത്തെ ഒരു ഫീല്. മീശ പിരിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറ്റി താടിയാണ്, ട്രിം ചെയ്ത താടിയാണ്. ഷേവ് ചെയ്താലും അടിപൊളിയായിരിക്കും എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ആകെ ഒരു മാറ്റം ഇനി വരാനുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്, അത് ആ പഴയ ലാലേട്ടൻ എന്ന രീതിയിലേക്ക് നമ്മൾ പറയുമ്പോൾ ലുക്ക് വൈസ് ഈ കണ്ണിന്റെ ചുറ്റുമുള്ള ഒരു ഏരിയ, അതായത് ഇവിടുന്ന് ഈ മുകളിലേക്കുള്ള ഈ എല്ലിന്റെ മുകളിലേക്കുള്ള ആ ഒരു ഏരിയ ഭാഗങ്ങളും കൂടി ഒന്ന് ക്ലിയർ ആയാൽ പക്ക ആ പഴയ ലാലേട്ടൻ തന്നെ. ആ രീതിയിലേക്ക് ലാലേട്ടൻ മാറി. ആൻഡ് ഇന്ന് ഞാൻ ഏതോ ഒരു പോസ്റ്ററിൽ ഒരു ട്രോൾ വീഡിയോയിൽ കണ്ട ഒരു സാധനം, അത് നിങ്ങളോടും പറയാൻ എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിധത്തിൽ ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുള്ളിക്കാരൻ ഈ സർജറി ഒക്കെ ചെയ്ത് നന്നായി. കാരണം അല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ലാലേട്ടൻ അവർക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊരു സാധനം പറഞ്ഞിട്ട് ശരിയാണ്. ലാലേട്ടൻ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഡേ ബൈ ഡേ പുള്ളി താടി എടുക്കും തോറും പൊതുവെ നമുക്ക് പ്രായം കുറഞ്ഞ പോലത്തെ ഫീൽ ചെയ്യും. ലാലേട്ടൻ ഓഫ്കോഴ്സ് അത് ഭയങ്കര പ്രായം കുറഞ്ഞു വരുന്ന പോലത്തെ ഒരു ഫീൽ ഇങ്ങനെ ഉണ്ടാവും. ഭയങ്കര രസം കാണാൻ, ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും പുള്ളി നിൽക്കുമ്പോൾ ഉള്ള ഒരു കാംനെസ്, ആ ഒരു ഓറ, അതും എല്ലാം കൂടി ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. പുള്ളി പൊളിച്ചെടുക്കാൻ പോവാണ് ഇനി അങ്ങോട്ട് എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. തുടർന്ന് ശേഷം വരാൻ പോകുന്ന സിനിമകൾ ദൃശ്യം 3 എണ്ണി വരാനുള്ള ഓഫ്കോഴ്സ് അതൊരു നല്ല ഹിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ഞാൻ ദൃശ്യം 3 ലാഗ് ഉണ്ടെന്ന് ഓൾറെഡി പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മനഃപൂർവ്വം ലാഗ് ഇട്ടിട്ടുണ്ട്, ലാഗ് വേണം സിനിമയ്ക്കെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ. അത് ലാഗ് 1ലും 2ലും വന്ന രീതിയിലുള്ള ലാഗ് ആണെങ്കിൽ ഞങ്ങൾക്ക് അത് പ്രശ്നമില്ലടാവേ, ഞങ്ങൾ എൻജോയ് ചെയ്തോളാം. അപ്പൊ എന്തായാലും ലുക്ക് പൊളിച്ചിട്ടുണ്ട്. അതല്ലാതെ ലാലേട്ടൻ ഈ പടങ്ങൾ ഒരുപാട് വരാനുണ്ട്. എല്ലാം വളരെ വലിയ സിനിമകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ കൺഫേം ആയതും പറഞ്ഞു കേൾക്കുന്നതും റൂമർ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്.
പുറത്ത് കണ്ണപ്പ പോലുള്ള സിനിമകളിൽ തല വെക്കാതിരുന്നാൽ നിങ്ങൾ ആ പഴയ പ്രതാപകാലം വീണ്ടും എൻജോയ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് എൻജോയ് ചെയ്യുമ്പോൾ ലാലേട്ടാ ഞങ്ങളും അത് എൻജോയ് ചെയ്യുന്നു ത്രൂ തിയേറ്റേഴ്സ് ആൻഡ് മൊബൈലിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്കത് മതി. നിങ്ങളുടെ അഭിപ്രായം തന്നെ വർക്കൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തതായിട്ട് കാണുന്നവരെ